എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഇമേജിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ച് ഉണ്ടാവണം. അതിൻ്റെ ഒരു പദ്ധതി തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ ഈ കാലത്ത് പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. അപ്പോൾ പിണറായി വിജയൻ എങ്ങനെയുള്ള ആളായിരുന്നു? പിണറായി വിജയൻ മാധ്യമങ്ങളുമായി എന്നും കട്ടയ്ക്ക് പോരടിച്ച് നിന്നിരുന്ന ഒരു നേതാവായിരുന്നു. മാധ്യമങ്ങൾ ഒരു പ്രതിപത്തിയും പിണറായി വിജയനോട് കാട്ടിയിട്ടില്ല. ഒരു തരത്തിൽ പിണറായി വിജയന് പിന്നീട് അനുകൂല ഘടകമായ പല കാരണങ്ങളിലൊന്ന് എന്നത് മാധ്യമങ്ങളോടുള്ള പിണറായി വിജയൻ്റെ സമീപനമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു തരത്തിലും അടുപ്പിച്ചിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ ഒരു വിമുഖത എല്ലാ ഘട്ടത്തിലും മാധ്യമങ്ങളുടെ ഇടപെടലുകളോട് കാണിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിനുള്ളിൽ പോലും മാധ്യമങ്ങൾക്ക് കയറാവുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഒരു ഇടത് സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ കൂടി പിണറായി വിജയൻ ചെയ്തു. ആ സമയത്ത് എന്താണ് മാധ്യമങ്ങളോട് പൊതുവെ ഈ കാലത്ത് മാധ്യമങ്ങളോട് പൊതുവെ ഒരു മോശം സമീപനം പൊതുജനങ്ങൾക്ക് കൂടി ഉണ്ടാകുന്ന ഒരു കാലം കൂടി വരുമ്പോഴാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറുന്നത്. 10 വർഷം അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ വേറൊരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ തുടർച്ചയായി ഭരണതലത്തിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പരാജയത്തെ ചിലപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് തുടർന്നു കൊണ്ടുപോകുമ്പോൾ ആ ശൈലി മാറ്റം സാധ്യമാകാത്തത് കൊണ്ടുള്ള ഒരു ഭരണമാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം. പക്ഷേ ആ ഇമേജ് ബിൽഡിംഗ് അത് തീർച്ചയായും വി ഡി സതീശനെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം വി ഡി സതീശൻ എല്ലായ്പ്പോഴും വളരെ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് മാത്രം പെരുമാറുന്ന ഒരാളായി ഞാൻ കണ്ടിട്ടില്ല. 10-25 വർഷമായി നമ്മളും വി ഡി സതീശൻ്റെ രാഷ്ട്രീയ ജീവിതം അടുത്ത് നിന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് തുടർച്ചയായി ദേഷ്യപ്പെടുന്നതൊക്കെ നമുക്ക് കാണാം. അദ്ദേഹം ഈ പൊതുവെ കരുതുന്നത് പോലെ ഞാൻ ലളിത ജീവിതത്തിൻ്റെ ആളല്ല എന്ന് തന്നെ, അങ്ങനെ വല്ലാത്ത ലാളിത്യത്തിൻ്റെ ആളല്ല എന്ന് വി ഡി സതീശൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇപ്പോൾ വാഹനങ്ങളുടെ മോഡിഫിക്കേഷനൊക്കെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ വരുന്നത്. അത് ഏറ്റവും കൂടുതൽ എവിടെയാണ് പോയത്? ഏറ്റവും പുതുതലമുറക്കാരായ വോട്ടർമാർക്കാണ് അതിൻ്റെ ഒരു ആവേശം ഏറ്റവും കൂടുതൽ കിട്ടിയത്. ഏത് മാധ്യമങ്ങളിലൂടെയാണ് അത് ഏറ്റവും സജീവമായി വൈറലായത്? അത് സോഷ്യൽ മീഡിയ. സനീഷ് നേരത്തെ സൂചിപ്പിച്ചു, ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ആദ്യമായാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇത്ര സജീവമായ സാന്നിധ്യം തലസ്ഥാനത്തൊരു സത്യപ്രതിജ്ഞാ ചടങ്ങിലൊക്കെ കാണുന്നത്. അപ്പോൾ ആ ഓൺലൈൻ മീഡിയ സാധാരണ സിനിമാക്കാരെയൊക്കെ മാത്രം നമ്മൾ കാണുന്ന ഫേസ്ബുക്കിലും യൂട്യൂബിലും വരുന്ന ആ എല്ലാ ഫീഡുകളിലും ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നെന്താണ്? വാഹന മോഡിഫിക്കേഷൻ. ഇന്നലത്തെ വാഹന മോഡിഫിക്കേഷനെ കുറിച്ചുള്ള അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യത്തിന് ഉള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയും അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളും അടക്കം ഇന്ന് വൈറലാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതിനുള്ള ബോധപൂർവമായ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടാവാം. മറ്റു കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട പലതുമുണ്ട്. അത് ശ്യാമിലി പറഞ്ഞതുപോലെ, സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ KSRTCക്ക് ഇങ്ങനെ ഫണ്ട് അനുവദിക്കുന്നതുകൊണ്ട് KSRTC പ്രതിസന്ധിയിലാകുമോ എന്നുള്ള കാര്യം അത് വേറെ ആലോചിക്കേണ്ടതാണ്. അത് സംഭവിക്കുമെങ്കിൽ ആ ഘട്ടത്തിൽ നമുക്കതിനെ വിമർശിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, KSRTCയിൽ സൗജന്യ യാത്ര കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നു എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. കാരണം ഈ സർക്കാർ ആദ്യഘട്ടം മുതൽ, അല്ലെങ്കിൽ വി ഡി സതീശൻ ആദ്യഘട്ടം മുതൽ ആഗ്രഹിച്ചിരുന്നതും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു പോയതുമായ ഒരു കാര്യം, ഞങ്ങളൊരു ഇടത് സർക്കാരായിരിക്കും, ഇടതുപക്ഷം, യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ് എന്നതൊക്കെയാണ്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു പ്രഖ്യാപനമായി തന്നെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വാഗ്ദാനം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ. അത് വേറൊന്നുമല്ല, 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് എല്ലാ കുടുംബങ്ങൾക്കും. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എന്നുള്ള വാഗ്ദാനം പാലിക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായാൽ എവിടെ നിന്നാണ് അതിന് പണം കണ്ടെത്തുക? ഇപ്പോൾ പൊതുജനാരോഗ്യ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനെ ഈ മട്ടിൽ സജീവമായി ഗംഭീരമായി നിലനിർത്തുന്നതിന് ചെലവഴിക്കുന്ന തുക ഈ മട്ടിൽ വഴിമാറിപ്പോകുമോ? ഇൻഷുറൻസ് കമ്പനികൾ അത് കൊണ്ടുപോകുമോ? എന്തിനാണ് ഈ വിദേശ ഇൻഷുറൻസ് കമ്പനികൾ, അമേരിക്കൻ കമ്പനികളെല്ലാം വന്ന് ഇവിടുത്തെ ആശുപത്രികളിൽ ഈ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സ്, വെഞ്ചർ ഇൻവെസ്റ്റേഴ്സൊക്കെ വന്നിട്ട് ഈ കേരളത്തിലെ നമ്മൾക്ക് അറിയാവുന്ന പേരുകളുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് ചേർത്ത്